ഈ 4 കുസൃതിക്കുട്ടന്മാർ എങ്ങനെ ഉണ്ടായതെന്ന് കണ്ടാലോ. ഞാൻ വീട്ടിൽ ഒരു 10-14 മുട്ട നമ്മുടെ ഇൻക്യുബേറ്ററിൽ വിരിയാനായിട്ട് വെച്ചായിരുന്നു കേട്ടോ. അപ്പം ഏകദേശം ഒരു 19 ദിവസമൊക്കെ ആയപ്പം ഇങ്ങനെ ഒരു 3-4 മുട്ടയ്ക്ക് ഇതുപോലെ ഇങ്ങനെ പൊട്ടൽ വീണു. രാവിലെയാണ് പൊട്ടൽ വീണത്. പിന്നെ ഞാനൊരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ചെന്ന് നോക്കിയപ്പം കുറച്ചുകൂടി ഒന്ന് ആ പൊട്ടലൊന്ന് വലുതായിട്ട് വീണിട്ടുണ്ട്. പിന്നെ 2-3 മുട്ടകൾ പൊട്ടിയില്ലായിരുന്നു. ഞാനപ്പോൾ അത് പൊട്ടിച്ചു കൊടുത്തു. ചില മുട്ടകൾ ഇങ്ങനെ പൊട്ടി ഇറങ്ങി വരത്തില്ല. അപ്പോൾ ഞാനത് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചു കൊടുത്തു. നമ്മൾ പൊട്ടിക്കുമ്പം ചെറുതായിട്ട് ഇങ്ങനെ ബ്ലഡ് പോലെ ഇങ്ങനെ പൊടിയും കേട്ടോ. പക്ഷേ അത് പൊട്ടിച്ച് കൊടുക്കണം. ഞാൻ 3-4 മുട്ടയെ പൊട്ടിച്ചിട്ടുള്ളായിരുന്നു. ബാക്കി മുട്ടയൊന്നും ഞാൻ പൊട്ടിച്ചില്ല. അപ്പം ഏകദേശം രാത്രി ഒരു 12 മണിയൊക്കെ ആയപ്പം മുട്ടകൾ ഏകദേശം ഇത്രയൊക്കെ പൊട്ടിയിട്ടുണ്ട്. പിന്നെ ഞാനൊരു രാവിലെ വന്ന് നോക്കിയപ്പം കുഞ്ഞുങ്ങൾ 2-3 പേര് വിരിഞ്ഞിറങ്ങി. അങ്ങനെ പിന്നെ ചില മുട്ടകളിൽ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. പക്ഷേ അത് പൊട്ടിച്ച് കൊടുക്കാത്തത് കൊണ്ട് ആ കുഞ്ഞുങ്ങളൊക്കെ അതിനകത്ത് തന്നെ ഇരുന്ന് ചത്തു കേട്ടോ. ഞാനത് പൊട്ടിച്ച് നോക്കിയായിരുന്നു, പക്ഷെ അതൊക്കെ ചത്തുപോയി. നമുക്ക് 6 കുഞ്ഞുങ്ങൾ വിരിഞ്ഞായിരുന്നു. അതിനകത്ത് ഒരു 2 കുഞ്ഞുങ്ങൾ ഏകദേശം കറക്കം പോലെ വന്നിട്ട് ചത്തുപോയി. പിന്നെ 4 കുഞ്ഞുങ്ങൾ നമുക്ക് നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ മുട്ട വെച്ചതിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും കുറച്ച് കുഞ്ഞുങ്ങൾ കിട്ടുന്നത്. സാധാരണ ഒരു 10 എണ്ണം വെച്ചാൽ 8 എണ്ണമെങ്കിലും വിരിഞ്ഞ് കിട്ടുന്നത്. ഇപ്രാവശ്യം എനിക്ക് അങ്ങനെ കറക്റ്റായിട്ട് നോക്കാനും ഒന്നും പറ്റിയില്ല. അപ്പം നമ്മുടെ കുഞ്ഞുവാവകൾ ഇങ്ങനെ കേട്ടോ ഈ 4 കുസൃതിക്കുട്ടന്മാരുണ്ടായത്.